എടുത്തു പെടും 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 പെട്ടു. ദൈവമേ ഇത് പുലി വലാമോ ഇത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർക്ക് വന്നേക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കൂടി ഉണ്ട് കേട്ടോ. ഒരു അനിയത്തി ഇല്ല. അതിന് വേണ്ടി ഞാൻ ആദ്യം വന്നേക്കുന്ന പാത്രം ചൂലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കിച്ചൺ ബെഡിലോട്ടാണ് വന്നേക്കണേ. എൻ്റെ കല്യാണത്തിന് മുന്നേ തൊട്ട് ഞാൻ ഈ കടയിലോട്ടാണ് വരാറ്. നല്ല വിലക്കുറവൊക്കെ ഉണ്ട് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ കേട്ടോ. ഈ സാധനം കണ്ട, അത് സ്റ്റീൽ സ്ക്രബ്ബറിന് പകരം ഉപയോഗിക്കുന്നതാണ്. അതിന് സിംഗിൾ ഷീറ്റിന് 10ഉം ഡബിൾ ഷീറ്റിന് 20ഉം. നല്ല ഒരു വർത്തായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അത് 2 വാങ്ങിയിട്ടുണ്ട്. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണേന്ന് അറിഞ്ഞൂടാ. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷേ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പാത്രങ്ങളായാലും നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്ക് വാങ്ങിയിട്ട് ഒരു കംപ്ലൈൻറ്റും അധികം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് നമുക്ക് ലാഭം. സെയിം സാധനം തന്നെ വലിയ കടകളിൽ ഇരട്ടി വിലയ്ക്കാണ് അവർ കൊടുക്കണേ. ഞങ്ങൾ ആദ്യം നോക്കിയത് അമ്മയ്ക്ക് ചോറ് വാർത്ത് കിടാനായിട്ട് സ്റ്റീലിൻ്റെ അരിപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അരിപ്പൊക്കെ കണ്ടിട്ട് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ കുഞ്ഞ അരിപ്പിക്ക് 300 വില. അപ്പോൾ അമ്മയ്ക്കത് അത്യാവശ്യമാണ്. പിന്നെ എനിക്കത് വലിയ അത്യാവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല. എനിക്ക് അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങാനായാലും പാത്രം വാങ്ങാനായാലും കുറേ നേരം എടുക്കും കേട്ടോ. കുറേ തിരഞ്ഞിട്ടേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. സിനിമയിലെടുത്തു പെടും 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 പെട്ടു. നിങ്ങൾ പിന്നെ ഒരേ വൈബ്സുള്ള ആൾക്കാരെ കാരണം കുഴപ്പമില്ലേ. അമ്മയ്ക്കിടക്ക് ഒരു 100 പാത്രം ഉണ്ട് അവിടെ. ഉപയോഗിക്കാത്ത 2-3 കലം വരെ ഉണ്ട്. ഇത് അമ്മയ്ക്ക് എത്ര മതിയാ? ശരി. ഇതിന് 355, ഇതിന് 395 വ്യത്യാസം. വലിപ്പ വ്യത്യാസമുണ്ട്. ആ പിന്നെ 40 വരെ വ്യത്യാസം. ഞാൻ ഇവിടുന്ന് ഹാൻഡ് വാഷ് ഒഴിച്ച് വെക്കുന്നൊരു ബോട്ടിൽ വാങ്ങിയിട്ടാണ്. അത് എനിക്കവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത്. ഞാൻ സാധാരണ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിതൊരു അത്യാവശ്യമായിട്ട് തോന്നി. ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയിട്ടാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ. ഇത് പെട്ടെന്ന് കേടാവാത്ത സാധനമാണ്. ബാമ്പുവിന്റെ ചോപ്പിംഗ് ബോർഡാണ് ഇത്. മറ്റേ മരല്ല, ചൈന ബാമ്പാണ്. മരല്ല. നമ്മളെ നാട്ടിലത്തെ മോളയാണെങ്കിൽ പെട്ടെന്ന് കേടുവരും. ഇത് കേടുവരില്ല. ഇതിൽ ലൈഫ് കിട്ടണതാണ്. മറ്റേ 395 സെയിം തന്നെ. 345 അത് കമ്പനി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒക്കെ ബാമ്പു തന്നെയാണ്. മറ്റേ ആദ്യം വന്നിരുന്നൊക്കെ മരമായിരുന്നു. ഇതിപ്പോ ബാമ്പാണ്. ഇതിനും സെയിം റേറ്റ് ആണോ ചേട്ടാ? നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതിൻ്റെത് കോറിൽ വീഴോ? കൂട്ടാൻ വെക്കാൻ സെപ്പറേറ്റ് ഉണ്ട്, കറി സെപ്പറേറ്റ് വെക്കാം. എനിക്കാണെങ്കിൽ ആ ബാമ്പുവിൻ്റെ കട്ടിങ് ബോർഡൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ചേട്ടനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടനോട് പറഞ്ഞിട്ട് വാങ്ങാമെന്ന്. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാട്ടോ അവിടുത്തെ സ്റ്റാഫ്. നമ്മുടെ ഭയങ്കര
പരിചയക്കാരനാണ്. അപ്പോൾ അത് കാരണം ആളിങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നിന്ന് പറഞ്ഞൊക്കെ തന്നു കേട്ടോ. എനിക്ക് പക്ഷേ കട്ടിംഗ് ബോർഡിനേക്കാളൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് ചൂലാണ്. ഇപ്രാവശ്യം ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്ന് വീട്ടിലൊക്കെ വന്ന് നിന്ന് പോയപ്പോൾ ഈ ചൂല് മാറ്റിയില്ലെങ്കിൽ തന്നെ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണേ. അപ്പോൾ തോന്നി എനിക്കൊരു ചൂല് മാറ്റി വാങ്ങേണ്ട സമയമായിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനെയും കൊണ്ട് പോവാം, അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് നോക്കിയൊക്കെ വാങ്ങാനായിട്ടൊക്കെ അറിയാമല്ലോ. ഞാനാണെങ്കിൽ 2 പ്രാവശ്യം വാങ്ങിയിട്ട് ഫ്ലോപ്പായി പോയി. അപ്പോൾ എന്തായാലും നാട്ടിൽ വരുമ്പോൾ അമ്മേരെ കൂടെ ഇങ്ങനെ വരാറുണ്ട് തൃശ്ശൂർക്ക് ഓരോ ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട്. ഈ പാത്രക്കടയിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് നാളായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മേനെയും കൊണ്ട് ഒരു വ്ളോഗ് എടുക്കാം, ചൂലും വാങ്ങാമെന്ന്. പ്ലാസ്റ്റിക് ലാസ്റ്റ് ചെയ്യും, ഇത് ലാസ്റ്റ് ചെയ്യില്ലെന്ന് മാത്രം. പ്ലാസ്റ്റിക്കിന്റെ തുമ്പത്തൊക്കെ മുടി പിടിച്ചു കഴിഞ്ഞാൽ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്റിക് നല്ലത്. അഭിപ്രായം ഇതൊക്കെ പറയണേ അനുഭവമുള്ളവർ പറയണേ. നമ്മളെടുക്കട്ടാ. ഓണായിട്ട് ഈ കടയിൽ നല്ല നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങൾക്കും കുക്കറുകൾക്കൊക്കെ നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പകുതി വിലയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. 2 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെ ഒക്കെ 5 ലിറ്ററിൻ്റെ ഒക്കെ കുക്കർ അങ്ങനെ നല്ല ഓഫറുകൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു എന്നുവെച്ചാൽ നീ ഇതും കൂടി ഒന്ന് കാട്ടിക്കോ എന്ന് പറഞ്ഞു എന്നോട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, ഞാനിങ്ങനെ ഇവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് പുത്തമ്പള്ളിയുടെ അടുത്തുള്ള ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ചെരുപ്പ് കടയിലേക്കാണ് കേട്ടോ. എനിക്കല്ല, എനിക്ക് ഓൾറെഡി ചെരുപ്പ് വാങ്ങിയ കാരണം പിന്നെ ഞാൻ വാങ്ങിയില്ല. അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു, ഫെമിക്കും വാങ്ങണം. അപ്പം ഞങ്ങൾ ഫോർച്യൂണിലേക്ക് പോയി. ഈ ഫോർച്യൂൺ എന്ന് പറഞ്ഞ കടയിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ബാഗ് ഇവിടുന്ന് വാങ്ങി. ഇവിടെ നിന്നാണ് ഞാൻ ബാഗ് വാങ്ങിയത്. നല്ല കളക്ഷൻസാണ് ബാഗിനും ചെരുപ്പിനും ഒക്കെ. ബാഗ് വാങ്ങേണ്ട വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ചെരുപ്പൊന്നും വാങ്ങണില്ലെങ്കിൽ പോലും നല്ല നല്ല ചെരുപ്പുകൾ കാണുമ്പോൾ ഒന്ന് ഇട്ട് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ. ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് 899 699 അത്രയും അങ്ങോട്ടാണ് റേറ്റ് വരണേ. പക്ഷേ എൻ്റെ ഈ കാല് ഭയങ്കര വലിയ കാലാണ്, നല്ല പരന്ന കാലാണ് എൻ്റെ കാല്. അത് കാരണം ഒരുമാതിരിപ്പെട്ട ചെരുപ്പുകളൊന്നും ഇട്ട് എൻ്റെ കാലിനൊരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പൊക്കെ എനിക്കിടാനായിട്ട് ഇഷ്ടം കൊണ്ട് ഞാൻ ഇട്ട് നോക്കിയതാണ്. എൻ്റെ കാലാണെങ്കിൽ കയറണം കൂടിയില്ല. അപ്പോൾ ഫെയിം എന്നെ കളിയാക്കാണ് കേട്ടോ. വെറുതെ ഇട്ട് നോക്കണ്ട ചേച്ചിയുടെ പരന്ന കാല് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാണ്. അപ്പം എന്നാലും ഒരു മോഹം കൊണ്ട് ഇട്ട് നോക്കിയതാണ്. കഷ്ടകാലത്തിനാണെങ്കിൽ അത് പാകമാവണുണ്ടായിരുന്നില്ല. നല്ല നല്ല മോഡൽ ചെരുപ്പുകളൊന്നും എൻ്റെ കാലിന് ഭംഗി ഉണ്ടാവില്ല. എൻ്റെ കാല് അപ്പച്ചൻ്റെയും അമ്മേരെയും ബ്ലെൻഡാണ്. അമ്മേരെ കാലിൻ്റെ വലിപ്പവും അപ്പച്ചൻ്റെ കാലിൻ്റെ ഷേപ്പുമാണ് എൻ്റെ കാലിന്. അങ്ങനെ അവിടെ നിന്ന് 2-3 ചെരുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കി. എൻ്റെ ഇഷ്ടമൊക്കെ അങ്ങനെ സാധിച്ചു. പിന്നെ അമ്മയ്ക്കും ഫെമിക്കൊക്കെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് പുത്തമ്പള്ളിയിലാണ് കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിലോട്ടും ഈ പള്ളിയുടെ അടുത്തുള്ള സ്റ്റാളിലോട്ടും വരാതിരിക്കാറില്ല കേട്ടോ. മിക്കവാറും നാട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടാണ് മിക്കവാറും ഞാൻ കുമ്പസാരിക്കാം. നാട്ടിലുള്ള ദിവസങ്ങളിൽ കുമ്പസാരിക്കാം ഞാൻ ഇവിടെ വന്നിട്ടാണ്. ഇവിടെ എപ്പോഴും കുമ്പസാരമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കടാവിളക്ക് വാങ്ങണമായിരുന്നു. എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കണ ഒരു വിളക്ക് വാങ്ങണം. പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടിയും കയറാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ എന്തൊരു ഭംഗിയുള്ള രൂപങ്ങളാണെന്ന് അറിയോ. മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാതാവിൻ്റെ ഈശോയുടെ നല്ല നല്ല ഭംഗിയുള്ള രൂപങ്ങളുണ്ട്. കണ്ട് ഈ മാതാവിൻ്റെ രൂപം കണ്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ. ഈശോൻ്റെയും ഞാൻ വില ചോദിച്ചപ്പോൾ 3000 രൂപ ആണെന്നാണ് പറഞ്ഞത്. 3000-ന് മേലെ ഉള്ള രൂപങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊരു ഭംഗിയാക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ എനിക്ക് ഇവിടുത്തെ രൂപങ്ങളുടെ വില ഇത്തിരി കൂടുതലായിട്ട് തോന്നിയിട്ടാ. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ പുത്തമ്പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ജ്യൂസ് കടയൊക്കെ ആട്ടാ. അവിടെ സ്നാക്സുകൾ, അത്യാവശ്യം സ്നാക്സുകളൊക്കെ ഉണ്ട്. അപ്പം അമ്മേരെ ചിലവിൽ ജ്യൂസ് കുടിക്കാൻ വന്നേക്കാണ് ഐസ്ക്രീം ഫ്ലേവർ ഷേക്ക്,
സ്ട്രോബെറി ഐസ്ക്രീം ഫ്ലേവർ ഷേക്ക് സ്ട്രോബെറി അമ്മയ്ക്ക് സ്ട്രോബെറി നമുക്ക് ഫ്യൂഷൻ ഓറിയും കിറ്റ്കാറ്റ്. ഓറിയും കിറ്റ്കാറ്റ്. എങ്ങനെ പിന്നെ അത് ആദ്യം കുടിക്കുന്നുണ്ട് ഫെമി കുടിച്ചിട്ട് തോന്നിട്ടല്ലേ ഫെമിയെ കുടിച്ചിട്ടില്ലേ? ഞാൻ കിറ്റ്കാറ്റും ഓറിയും സെപ്പറേറ്റ് കുടിക്കണം. ഞങ്ങൾ ഷെയ്ക്ക് വരാൻ നേരം വൈകിയ കാരണം സ്നാക്സുകൾ ആദ്യം വാങ്ങി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാൻ ഒരു ബർഗറും ഫെമി ഒരു സാൻഡ്വിച്ചും അമ്മ ഒരു ഇലയുടെയാണ് കേട്ടോ വാങ്ങിയത്. എൻ്റെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ ബർഗർ അങ്ങനെ കഴിക്കാറില്ല, കുറേ നാളായി കഴിച്ചിട്ട്. അപ്പം ഇവിടുത്തെ ബർഗർ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയുടെ ഇലയുടെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഫെമിയുടെ സാൻഡ്വിച്ച് കൊള്ളില്ലായിരുന്നു കേട്ടോ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ. ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.